ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. പ്രഭാതത്തിൽ നാം കേൾക്കുന്ന വചന പുലരിയിലേക്ക് എന്നും ജീവിക്കുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും മുന്നമേ പ്രഭാതവന്ദനം. ഈ ഭൂമിയിൽ ചിന്തിക്കാത്ത മനുഷ്യരെ നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നില്ല. ഏതൊരു മനുഷ്യനും, ജനിച്ച കുഞ്ഞു പോലും ചില പോസുകൾ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ ചിന്തിച്ചിരിക്കുന്നത് കാണാൻ സാധിക്കും. പല ഭാവങ്ങൾ കുഞ്ഞുങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. എല്ലാവരും ചിന്തിക്കുന്നവരാണ്. കുഞ്ഞായി ജനിച്ച കാലം മുതൽ ഇവൻ മരിക്കാൻ കിടക്കുന്ന ഒരു സമയം നമ്മൾ ചിന്തിക്കുന്നത് എങ്ങനെ മരണം കിട്ടും, ആര് വന്ന് നടക്കും, ഏതച്ഛന്മാർ, ഏത് മെത്രാപ്പോലീത്ത വരും, ഇതൊക്കെ നമ്മൾ ചിന്ത മനുഷ്യനെ പലപ്പോഴും വേട്ടയാണ്. എന്നാൽ ആ ചിന്ത തന്നെയാണ് ഒരു മനുഷ്യൻ നശിപ്പിക്കുന്നത്. യേശുബാറാസർ പുസ്തകത്തിൽ പറഞ്ഞ ചിന്തയാണ് എല്ലാ പാപങ്ങൾക്കും അടിസ്ഥാനം എന്ന് പറയുന്നത്. ഇവിടെ പൗലോസ് ലേഖ റോമാലേഖനം 12-3 പറയാണ്, എനിക്ക് നൽകപ്പെട്ടിട്ടുള്ള കൃപ മുഖാന്തരം നിങ്ങൾ എല്ലാവരോടും ഞാൻ പറയുന്നു, നിങ്ങൾ ചിന്തിക്കേണ്ടതിലപ്പുറം ചിന്തിക്കരുത്. പിന്നെയോ നിങ്ങളിൽ ഓരോരുത്തരും അളന്ന് ഭാഗിച്ച് തന്നിരിക്കുന്ന വിശ്വാസം അനുസരിച്ചു പരിഭാഗതയോടെ ചിന്തിക്കുക. എന്തൊരു അർത്ഥമാണ് പൗലോസിലേക്ക് പറയുന്നത്. നിങ്ങൾ ചുമ്മാ ചിന്തിക്കരുത്. നിങ്ങൾക്ക് തന്നിരിക്കുന്നതിനേക്കാൾ അപ്പുറത്ത് നിങ്ങൾ ചിന്തിക്കാതെ നിങ്ങളിൽ ഓരോരുത്തർക്കും അളന്ന് ഭാഗിച്ച് തന്നിരിക്കുന്ന ഒരു അളവുണ്ട് അല്ലേ. നമുക്ക് ചിലരുടെ വിശ്വാസം അത്രേ ഉള്ളൂ, ചിലരുടെ വിശ്വാസം ഭയങ്കരമാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഭയങ്കര കാട് കയറി ചിന്തിക്കാതെ എനിക്ക് എന്താണുള്ളത്, എന്നിലുള്ള സത്ത് എന്താണെന്ന് നീ തിരിച്ചറിയുക, എനിക്ക് പറ്റാവുന്നത് ഞാൻ ചെയ്യുക, ഞാൻ മറ്റുള്ളവരങ്ങനെ ചെയ്യുന്നു, അവരിങ്ങനെ ചെയ്യുന്നു, ഞാനും ചെയ്യാൻ നോക്കിയിട്ട് അവസാനം നമുക്ക് എത്തിപ്പെടാൻ പറ്റാതെ നേർച്ചകൾ നേർന്നും പരിഹാരം ചെയ്ത് ഒന്നും എത്തിപ്പെടാൻ പറ്റാത്ത അവസ്ഥയിൽ നീ പോകാതിരിക്കണമെങ്കിൽ പൗലോസ് ലേഖ പറയുകയാണ്, നിനക്ക് തന്നിരിക്കുന്ന അളവനുസരിച്ച് നീ ചിന്തിച്ചാൽ മതി. ഒരു ശിശുവാണെങ്കിൽ ശിശുവിൻ്റെ അളവനുസരിച്ച് ചിന്തിക്കുക. ഒരു യുവാവും യുവതിയാണെങ്കിൽ അതനുസരിച്ച്, അപ്പനും അമ്മയാണെങ്കിൽ അതനുസരിച്ച്, നമ്മുടെ അളവിനനുസരിച്ച് നീ ചിന്തിച്ചാൽ പരിവാഹതയോടെ നീ ചിന്തിക്കുന്നവരായി മാറും. അതുകൊണ്ട് ചിന്ത നിന്നെ നശിപ്പിക്കാൻ ഇടവരുത്തരുത്. നിനക്ക് കഴിവിനപ്പുറം നീ ചിന്തിച്ച് എങ്ങും എത്തിപ്പെടാത്തവനായി അമാനുഷികത്വമൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല പ്രിയമുള്ളവരെ. നമ്മൾ മനുഷ്യരാണ്. അതുകൊണ്ട് ദൈവത്തിൽ ആശ്രയിച്ച് നിൻ്റെ ചിന്തയ്ക്ക് കടിഞ്ഞാനിട്ട് നിൻ്റെ ലെവലിൽ ചിന്തിച്ച് മുന്നോട്ട് പോകാൻ ദൈവം കൃപ തരട്ടെ. ദൈവത്തിന് പരിശുദ്ധാത്മ ശക്തി നൽകട്ടെ. അത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെ നാമത്തിൽ തന്നെ. ആമീൻ.